ഇന്ന് മെയ് 25 6 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ വലിയ മെഗാസ്റ്റാർ കൂടിയായ നമ്മുടെ സൽമാൻ ഖാൻ നായകനെത്തി ഏറ്റവും പുതിയ ബോളിവുഡ് ചിത്രമാണല്ലോ സിക്കന്ദർ. മെഗാസ്റ്റാറിന്റെ തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിക്കന്ദർ എന്ന സിനിമയുടെ OTT റിലീസ് ഇന്നുണ്ടാകുമെന്ന് ഇന്നലെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ സിനിമ ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ആയിരിക്കുകയാണ്. AR മുരുകാദോസിന്റെ സംവിധാനത്തിൽ മെഗാസ്റ്റാർ സൽമാൻ ഖാൻ ഒപ്പം തന്നെ രശ്മിക മന്ദാന തുടങ്ങിയവർ അഭിനയിച്ച സിനിമ ഇത് റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തി വൻ പരാജയമായി മാറിയ സിനിമയാണ്. ഇപ്പോഴത്തെ സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഹിന്ദി ഭാഷയിൽ മാത്രമാണ് OTT റിലീസ് ആയിരിക്കുന്നത്. കൂടുതൽ ഭാഷകളിൽ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തേത് ജാട്ട് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ സിക്കന്ദറിന് ശേഷം അടുത്തതായിട്ട് നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസിനൊരുങ്ങുന്ന പ്രധാനപ്പെട്ട ബോളിവുഡ് ചിത്രമാണ്. ചിത്രം ജൂൺ 5-ാം തീയതി OTT റിലീസാകും എന്നൊരു അപ്ഡേറ്റ് ആണ് അവസാനമായിട്ട് വന്നിരിക്കുന്നത്. അടുത്തത് ഒരു OTT സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. സോണി ലിവിലൂടെ OTT റിലീസിനൊരുങ്ങുന്ന സീരീസാണ് കങ്കാചുര. ഈ ആഴ്ച മെയ് 30-ന് സോണി ലിവിന്റെ സീരീസ് OTT റിലീസാകും. ഹിന്ദി സീരീസിൽ മലയാളത്തിൽ നിന്നും റോഷൻ മാത്യു കൂടി അഭിനയിക്കുന്നു. അടുത്തത് മലയാളത്തിൽ നിന്ന് ഈ ആഴ്ച OTT റിലീസിനൊരുങ്ങുന്ന ഒരു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ജെറി എന്നാണ് സിനിമയുടെ പേര്. ചിത്രം മെയ് 30-ന് സിംപിളി സൗത്തിൽ ലഭ്യമാകും. വീണ്ടും ഒരു മലയാളം സിനിമയുടെ OTT അപ്ഡേറ്റ് തന്നെയാണ്. 2023-ലെ തിയേറ്റർ വിജയമായ അതേ വർഷം തന്നെ HR OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസായ മലയാളം സിനിമയാണല്ലോ സ്റ്റെഫി സേവ്യർ സംവിധാനം ചെയ്ത മധുര മനോഹര മോഹം. സിനിമ ഇപ്പോൾ യൂട്യൂബിലടക്കം HR OTTയുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. എങ്കിൽ പോലും ഇന്ന് മുതൽ സിനിമ ആമസോൺ പ്രൈമിലും ലഭ്യമാണ് എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റ് ഖാലിദ് റഹ്മാന്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ആലപ്പുഴ ജിംഖാന OTT അപ്ഡേറ്റ് ആണ്. വിഷു റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തി വലിയ കളക്ഷൻ നേടിയെടുത്ത് വിജയിച്ച വൻ വിജയമായ സിനിമയുടെ OTT അവകാശങ്ങൾ ഇപ്പോഴത്തെ സോണി ലിവ് സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ട്. ജൂൺ 5-ാം തീയതി സിനിമ പാൻ-ഇന്ത്യൻ ഭാഷകളിൽ സോണി ലിവിൽ OTT റിലീസാകും. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള OTT വാർത്തകൾക്ക്.